ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന എന്താണെന്നറിയാലോ? എന്താണ്? മുൻവർഷ ചോദ്യങ്ങളുടെ PYQs ആണ്. പെർസെൻറ്റേജ്, നമ്മൾ പെർസെൻറ്റേജിന്റെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള. പെർസെൻറ്റേജിൽ മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഇടുമ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിന്റെ ആൻസർ സ്വന്തമായിട്ട് ചെയ്യാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇച്ചിരി സമയം ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ആൻസർ സ്വന്തമായിട്ട് ഒരു ബുക്കും പേനയും എടുത്ത് വെക്കുക. ഇപ്പൊ തന്നെ ഞാൻ പറയാണ്, ഒരു ബുക്കും പേനയും എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക, ആൻസർ എടുത്തു വെക്കുക. എന്നിട്ട് ഇവിടെ ചെയ്യുന്ന എല്ലാവരും ആൻസറോടെ കമന്റും കൂടെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്തേക്കുന്ന ആൻസർ ശരിയാണോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുക. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? PK ആണോ? എല്ലാവരും തയ്യാറാണോ? നമ്മുടെ പെർസെൻറ്റേജിന്റെ ക്ലാസ് മൊത്തം പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും നമ്മുടെ പെർസെൻറ്റേജ് ഫുൾ പാർട്ട് എടുത്തു. അതിന്റെ ഒരു PYQ സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, എല്ലാവരും ഓക്കെ ആണേ? ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, പ്രസീത. ഓക്കെ, വെരി ഗുഡ്. ശരി, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വലൻ ടു 5/8? ചെയ്തു. 5/8 തുല്യമായ ശതമാനം എത്രയാണ്? 5/8 തുല്യമായ ശതമാനം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു. 5/8 തുല്യമായ ശതമാന രൂപം ഏതാണ് എന്നതാണ് ഫസ്റ്റ് ചോദ്യം. ഓരോരുത്തരെയും ആൻസർ പോരട്ടെ. ഏതാണ് 5/8 തുല്യമായ ശതമാനം? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാ? ആൻസർ പോരട്ടെ, പെട്ടപ്പെടാ. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അനായാസം ആൻസർ കിട്ടും. 5/8 തുല്യമായ ഒരു ശതമാനം താഴെ കിടപ്പുണ്ട്. 4 ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഏതാ കിട്ടുന്നത്? പെട്ടെന്ന് പോരട്ടെ ആൻസർ. സമയമില്ല കളയാൻ, പെട്ടാന്ന് പറ. പോരട്ടെന്നേ. 5/8 ഇതൊരു ഫ്രാക്ഷൻ ആണ്. 5/8 നമ്മൾ ശതമാനത്തിലേക്ക് മാറ്റുമ്പോൾ, ഒരു ഫ്രാക്ഷനെ നമ്മൾ ശതമാനത്തിലേക്ക് മാറ്റുമ്പോൾ, നമ്മൾ ഫ്രാക്ഷന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഇൻറ്റു 100. പെർസെൻറ്റേജിന്റെ ആദ്യത്തെ ക്ലാസ് തന്നെ പഠിച്ചതാണ് അല്ലേ? 5/8 ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 4 കിട്ടും. ഇവിടെ 100 കട്ട് ചെയ്താൽ എത്ര കിട്ടും? 50 കിട്ടും. ഒന്നും കൂടി കട്ട് ചെയ്താൽ എത്ര കിട്ടും? 25 കിട്ടും. 4 കിട്ടും അല്ലേ? എന്ത് കിട്ടി? 25. 5 ഇൻറ്റു 25 125/2. 125ന്റെ പകുതിയാണ് ഇതിന്റെ ആൻസർ. എത്രയാണ് 125ന്റെ പകുതി? ഇനിയെങ്കിലും ആൻസർ പറഞ്ഞേ. 125ന്റെ പകുതിയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഏതായിരിക്കും? 100ന്റെ പകുതി 50, 25ന്റെ പകുതി 12. അപ്പൊ ഏതായിരിക്കും ആൻസർ പറഞ്ഞേ? ഏതാ വരുന്നേ? 62 1/2 ശതമാനം. ഏതാ? 62. ഓപ്ഷൻ ബി. ഷിനു, വെരി ഗുഡ്. 62 1/2 ശതമാനം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ക്ലാസ് കാണാത്തവരുണ്ട്, പെർസെൻറ്റേജിന്റെ മൊത്തം ക്ലാസ്സും പോയി കണ്ടോണം കേട്ടോ. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ഫ്രാക്ഷൻ എടുത്തിട്ട് അതിനെ ശതമാനത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. മുൻവർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. രാഗി സ്കോർഡ് 12 മാർക്സ് മോർ ദാൻ മോഹൻ. മോഹനെ കാട്ടി 12 മാർക്ക് കൂടുതൽ ആര് മേടിച്ചു? രാഗി മേടിച്ചു. ഇഫ് രാഗി സ്കോർഡ് 54% മാർക്സ് ഔട്ട് ഓഫ് മാക്സിമം ഓഫ് 200. 200-ല് എത്ര മാർക്ക്? 54% മാർക്കാണ് രാഗി മേടിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് മോഹൻ സ്കോർ? മോഹനേക്കാൾ 12 മാർക്ക് രാഗി നേടിയത്. പരമാവധി 200-ലാണ് മാർക്ക്. 54% മാർക്ക് രാഗി നേടിയെങ്കിൽ മോഹൻ എത്ര മാർക്ക് ചെയ്തു? അല്ലെങ്കിൽ സ്കോർ എത്രയാണ്? കണ്ടുപിടിച്ച്. സംഭവം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട്
ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയാൽ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ആൻസർ കിട്ടുന്നവർ കമന്റ് ചെയ്യും. എന്താ ചോദിച്ചേക്കുന്നത്? മോഹൻ എത്ര മാർക്ക് അല്ലെ? മോഹന്റെ സ്കോർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മോഹന്റെ സ്കോർ പോരട്ടെ, കണ്ടുപിടിച്ചു. സിമ്പിളാണ്, അനായാസം ആൻസർ കിട്ടും, സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ചിന്തിച്ചാൽ മതി. നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തതാണ്. സോനുവിന്റെ ആൻസർ ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ഒരെണ്ണം വന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട്, എല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഒരെണ്ണം വന്നിട്ടുണ്ട്, 96 എന്ന് പറയുന്നുണ്ട്. വേറെ ഞാൻ എല്ലാം ഒന്ന് വട്ടം വരച്ചിട്ടതേ ഉള്ളൂ. പറഞ്ഞോ? സോനുവിന് മാത്രമേ ആൻസർ കിട്ടിയുള്ളൂ. വേറെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? സംഭവം സിമ്പിളാടേ. മോഹനേക്കാൾ 12 മാർക്ക് രാഗി നേടിയത്. രാഗി എത്രയാ? മോഹനെക്കാട്ടി 12 മാർക്കാണ് രാഗി നേടിയേക്കുന്നത്. മോഹൻ എത്രയാണോ മാർക്ക് അതറിയില്ല. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ട? അത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മോഹൻ മാർക്ക് മേടിച്ച മാർക്കാണ്, പക്ഷെ മോഹനെക്കാട്ടി 12 മാർക്ക് രാഗി മേടിച്ചിട്ടുണ്ട്. ഇഫ് രാഗി സ്കോർഡ് 54%, 200-ലായിരുന്നു മാർക്ക്, 200-ന്റെ 54% മാർക്ക്, 200-ന്റെ 54% മാർക്ക് എത്രയാണ്? അതാണ് ആര് വാങ്ങിയിട്ടുള്ളത്? രാഗി വാങ്ങിയിട്ടുള്ളത്. എത്ര വരും? 200-ന്റെ 56% എത്ര വരും? ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും കട്ട് ചെയ്താൽ എത്ര വരും? 108 വരും. കത്തിയോ? പി കെ ആണോ? മനസ്സിലായോ? പ്രസീത, 200-ന്റെ 54%, 50% അതിന്റെ പകുതിയാണ്, 54% ഇല്ലേ? 1% എത്രയാ? 2. അപ്പം 4% എത്ര വരും? 4% 8 വരും. അപ്പൊ 108 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി, 108. ഓക്കെ, അവിടെ വരെ ഓക്കെ ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആരെ മാർക്ക് കിട്ടി? രാഗിയുടെ മാർക്ക് കിട്ടി 108. എന്താ? മോഹനേക്കാൾ 12 മാർക്കാണ് രാഗി നേടിയത്. മോഹൻ എത്രയാണോ മാർക്ക് അതിനെക്കാട്ടി ജസ്റ്റ് 12 മാർക്കേ രാഗി നേടിയിട്ടുള്ളൂ. മോഹനേക്കാൾ 12 മാർക്ക് മാത്രമാണ് ആര് നേടിയിട്ടുള്ള? രാഗി നേടിയിട്ടുള്ള. അപ്പൊ ഇതിൽ നിന്ന് 12 കുറച്ചാൽ മോഹന്റെ മാർക്ക് നമുക്ക് കിട്ടും 6, 9. 96 ആണ് ആര് മേടിച്ചിട്ടുള്ള മാർക്ക്? രാഗി മേടിച്ചേക്കുന്ന 96 മാർക്കും 96 മേടിക്കും മാർക്കും. മോഹൻ വാങ്ങിയിട്ടുള്ളത് എത്രയാ? 108 മാർക്കുമാണ്. രണ്ടുപേരെയും മാർക്ക് കിട്ടിയിട്ടുണ്ട്. പി കെ ആണേ? പ്രസീത, വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ് എന്റെ പാറ്റേൺ. വെരി ഗുഡ്, വെരി ഗുഡ്. പി കെ ആണേ? പെർഫെക്റ്റ്. ഓക്കെ ആണേ? ഓക്കെ ആണേ? കത്തിയോ? കത്തിയോ? മുൻവർഷ ചോദ്യങ്ങളാ. എങ്ങനെയാ പാറ്റേൺ വരുന്നതെന്ന് മനസ്സിലാക്കിക്കോളുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് മുൻവർഷ ചോദ്യങ്ങൾ വരുന്നതെന്ന് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പി കെ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഇപ്പൊ തന്നെ ചോദിച്ചോ. നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത്. ബേസിക് ഒന്നും അല്ല എടുത്തേക്കുന്നത്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. When 38 is added to 30% of a number, the result is 50. What is the number? ഒരു സംഖ്യയുടെ 30%-ലേക്ക് 38 ചേർക്കുമ്പോൾ 50 കിട്ടും. സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. സംഭവം സിമ്പിൾ ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചേ പോരട്ടെ ആൻസർ. ഒരു സംഖ്യയുടെ 30%-ലേക്ക് 38 ചേർക്കുമ്പോൾ 50 കിട്ടും. പോരട്ടെ. ഒരു സംഖ്യയുടെ 30%-ലേക്ക് 38 ചേർക്കുമ്പോൾ 50 കിട്ടും. ഇതിന്റെ ആൻസർ ആണോ ഞാൻ പറഞ്ഞ ഓപ്ഷൻ എ പറഞ്ഞേക്കുന്ന? ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ. നമുക്ക് നോക്കണം, ചെക്ക് ചെയ്യാം. വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ പറയണേ. ഒരു ആൻസർ വന്നിട്ടുണ്ട്, ഓപ്ഷൻ എ വന്നിട്ടുണ്ട്. രഹനയുടെ ആൻസർ വന്നിട്ടുണ്ട്. വെരി ഗുഡ് രഹന. പോട്ടെ. നെക്സ്റ്റ്, റംലത്തിന്റെ ആൻസർ വന്നിട്ടുണ്ട് ഓപ്ഷൻ എ. സജിന ഓപ്ഷൻ എ ആണ് പറഞ്ഞേക്കുന്നത്. വേറെ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും ആൻസറും പോരട്ടെ, എല്ലാവരും ആൻസറും പോരട്ടെ. ശില്പ ഓപ്ഷൻ എ, എല്ലാവർക്കും ഓപ്ഷൻ എ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചോണേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. എന്താ ക്വസ്റ്റ്യൻ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും നല്ല വ്യക്തമായിട്ട് വെടിപ്പായിട്ട് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. അലീസ, ഓക്കെ, അലീസ ഒക്കെ നമ്മുടെ നൈറ്റ് ക്ലാസ് കാണുന്നില്ല. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്സിന്റെ ക്ലാസ് ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഒരു സംഖ്യയുടെ 30% 38 ചേർത്തപ്പോൾ അല്ലെ 50 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി 50-ൽ നിന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഈ 50-ൽ നിന്നും ഈ 38 കുറച്ചാൽ 12 കിട്ടും. ഈ 12 അല്ലേ ഈ 30%. നമുക്ക് കിട്ടി എത്രയാ? 12. 30% നമുക്ക് കിട്ടിയില്ലേ? 12. എന്താ പറഞ്ഞേക്കുന്ന? ഒരു സംഖ്യയുടെ 30%-ലേക്ക് 38 ചേർക്കുമ്പോൾ 50 കിട്ടും. അപ്പം 12ന്റെ കൂടെ ഈ 38 കൂടെ ചേർക്കുമ്പോൾ 50 കിട്ടും അല്ലെ. 30%-ന്റെ കൂടെ 38 ചേർക്കുമ്പോൾ 30% എന്ന് പറഞ്ഞാൽ 12, 12ന്റെ കൂടെ 38 കൂടെ ചേർക്കുമ്പോൾ 50 കിട്ടും. എന്താ ചോദ്യം? സംഖ്യ ഏതെന്നാ അല്ലെ. 30% 12 ആണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദ്യം. 100% എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ക്രോസ് ചെയ്താൽ മതി അല്ലെ. എങ്ങനെ ക്രോസ് അല്ലേ നമ്മൾ പഠിച്ചതാണേ. 100 × 12 / 30. ഈ ഒരു പൂജ്യം കട്ട് ചെയ്യും. 3 12 4 വട്ടം 4 × 10 40. ആൻസർ ഏതാ? ഓപ്ഷൻ എ 40. പി കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ. കുറച്ചുപേര് സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ഷാഫി, ഷാരോളെ, സോനു, അമാന, സജിന, വിനോദേ, ഒന്ന് ഉഷാദായിട്ടൊന്ന് കമന്റ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കി അങ്ങോട്ട് പഠിക്കാം. പെർസെന്റേജിന്റെ എല്ലാ ക്ലാസ്സുകളും കിടപ്പുണ്ട്, ഒന്ന് കയറി കണ്ടോളുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ പെർസെന്റേജിന്റെ മൊത്ത ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടും നല്ല വ്യക്തമായിട്ട് വെടിപ്പായിട്ട് അങ്ങ് പഠിച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 28% of a number is 20, okay, then what is the value of 49% of the same number? എന്താ പറഞ്ഞ? ഒരു സംഖ്യയുടെ 28% 20 ആണെങ്കിൽ അതേ സംഖ്യയുടെ 49% എത്രയാണ്? അതേ സംഖ്യയുടെ 49% എത്രയാണ്? പോരട്ടെ ആൻസർ പോരട്ടെ. ആൻസർ ഇങ്ങോട്ട് പോരട്ടെ. എത്ര പേർക്ക് ആൻസർ അറിയാം? പോരട്ടെ ആൻസർ. ഒരു സംഖ്യയുടെ 28% 20 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 49% കണ്ടുപിടിച്ചാൽ മതി. VIP അപ്ലൈ ചെയ്യാം. വേണ്ട, നോർമൽ രീതി ഇപ്പൊ ഞാൻ പറഞ്ഞ രീതി തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയില്ലേ, അതേ രീതി തന്നെ അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടത്തില്ലേ? പോരെ, പറ, ചെയ്യങ്ങട് ആൻസർ താ. ശില്പ ഓപ്ഷൻ എ പറയുന്നുണ്ട്. വെരി ഗുഡ് ശില്പ, ഒരു ആൻസർ വന്നിട്ടുണ്ടോ? ഓപ്ഷൻ എ. വെരി ഗുഡ്. വേറെ ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എത്രയും വേഗം ആൻസറിലേക്ക് എത്തിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം നോക്കിയാൽ മതി. എത്രയും വേഗം ആൻസർ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ കോൺഫിഡൻസ്. എത്രയും വേഗം നമ്മൾ ആൻസർ എടുക്കണം, അവിടെയാണ് നമ്മുടെ വിജയം. എന്താ ചോദ്യം? 28% നമുക്ക് എഴുതാം. എന്താണ്? 28% നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ തന്നേക്കുന്നത്? 20 എന്ന് തന്നിട്ടുണ്ട്. 28% 20 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 49% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്രോസ് ചെയ്താൽ പോരെ, നമ്മൾ പഠിച്ചതല്ലേ ക്രോസ്. 49 × 20 / 28 ചെയ്താ പോരെ? 28 അല്ലേ? 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ? എത്രയിടാ? 4 7 7 49 അല്ലെ. 4 20-ൽ എത്ര വട്ടമുണ്ട്? 5 വട്ടം. 7 × 5 7 5 35. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. കൃത്യമായിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ഒരു സംശയമില്ല. നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പെർസെന്റേജ് പഠിച്ചുകൊണ്ട് നമുക്ക് ടക്ക് എന്നടിക്കുമ്പോൾ ആൻസർ കിട്ടും. കിട്ടുന്നില്ലേ? പറ, ഒന്ന് പി കെ കമന്റ് ചെയ്തേ. കിട്ടുന്നോ ഇല്ലയോ അതൊന്ന് അറിയട്ടെ. പി കെ കമന്റ് ചെയ്തേ. പോരട്ടെ.
PK ശില്പ ഓക്കെ ആണ്, PK ആണ്, പെർഫെക്റ്റ് ഓക്കെ ആണ്. പോരട്ടെ. സരിത വെരി ഗുഡ്, സരിത വെരി ഗുഡ്, വെരി ഗുഡ്. അമാന വെരി ഗുഡ്, അമാന. വേറെ എല്ലാവരും ഷാഫി ഓക്കെ, PK ആണ്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഉറപ്പാണ്, സംശയം കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, എല്ലാവർക്കും ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇതാ പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. 76% of the students in a school are boys. 76% ആൺകുട്ടികളാണ്. If the number of girls in 204, 204 ഗേൾസ്, then the total number of students is, ഒരു സ്കൂളിലെ 76% കുട്ടികളും ആൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ എണ്ണം 204 ആണെങ്കിൽ മൊത്തം വിദ്യാർത്ഥികളുടെയും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിച്ചേ. സംഭവം സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. കണ്ടുപിടി. സോ സിമ്പിൾ. ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. പോരട്ടെ, എന്താ ഒരു പാട്, പോരട്ടെ ഇങ്ങടെ ആൻസർ പോരട്ടെ. നല്ല അടിപൊളി ക്ലാസ്സുകൾ ആഡ് ആവുന്നുണ്ട്. നമ്മുടെ പുതിയ സ്റ്റുഡിയോയുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കോഴ്സുകൾ വരുന്നുണ്ട്. നമ്മുടെ LDC കോഴ്സുകൾ, ലോങ് ടൈം കോഴ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LPUPയുടെ കോഴ്സുകൾ വരുന്നുണ്ട്. RRBയുടെ പുതിയ ബാച്ച് വരുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ വരിക കേട്ടോ. പുതിയ ബാച്ചുകളൊക്കെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഇനി എക്സാംസിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോരെ, HNB അക്കാഡമിയിൽ എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. നല്ല അടിപൊളി ക്ലാസ്സുകളും അടിപൊളി ക്വാളിറ്റിയിൽ അടിപൊളി ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സരിത ഓപ്ഷൻ ഡി ഓക്കെ, 2 ആൻസർ ആണ് വന്നേക്കുന്നത്. ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി എന്നാണ് പറയുന്നത്. പോരട്ടെ, വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ആൻസർ ഉണ്ടോ? 76%, ഒരു സ്കൂളിൽ 76% കുട്ടികളും ആൺകുട്ടികളാണ്. ഓക്കെ, പെൺകുട്ടികളുടെ എണ്ണം അപ്പം നമുക്ക് മനസ്സിലാക്കാം 100% കുട്ടികളാണ് അവിടെ ഉള്ളത്. എത്രയാ? 100% കുട്ടികളാണ് എവിടെ ഉള്ള ആ സ്കൂളിലുള്ളത്. അതില് 76% ആൺകുട്ടികളാണ്. എത്രയാ? 76% ആൺകുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 24% എന്തായിരിക്കും? ഗേൾസ് ആയിരിക്കും, പെൺകുട്ടികളായിരിക്കും. കത്തിയോ? 24% പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയെന്നാ തന്നേക്കുന്നതാണ്? 204 അല്ലെ? 204. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 24% എന്ന് പറയുന്നത് 204 പെൺകുട്ടികളാണ്. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? 100% അല്ലേ? ശില്പ ഓപ്ഷൻ സി, ഒരു ആൻസർ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ വെരി ഗുഡ്. നമുക്ക് നോക്കാം ഏതാണ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 100% കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ക്രോസ് ചെയ്താൽ പോരെ. 100 ഇൻറ്റു 204 ഡിവൈഡ് ബൈ 24 അല്ലേ? 24 നമുക്ക് കട്ട് ചെയ്യാലോ. 24ന്റെ പകുതി എത്രയാ? 12. 100ന്റെ പകുതി എത്രയാ? 50. ഓക്കെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെയും കട്ട് ചെയ്യാം. 12ന്റെ പകുതി 6, 25 അല്ലേ? ഇത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 206 6ൽ പോകും എന്ന്, കാരണം 3ലും പോകും 2ലും പോകും, അതുകൊണ്ട് 6ലും പോകും. നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. 6 204 20ൽ എത്ര വട്ടമുണ്ട്? 20ൽ എത്ര വട്ടാ? പകുതി എടുത്താലും മതി. 25 200ല് ഈ 6 3 ഇല്ലേ? ബാക്കി എത്ര ഉണ്ട്? ബാക്കി വരുന്നത് 2. 24ല് 4 വട്ടം 34. 25 ഇൻറ്റു 34 എത്ര വരും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 24 ഇൻറ്റു 35. പെട്ടെന്ന് പറ ആൻസർ. ഇതെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. 25 ഇൻറ്റു 34. പെട്ടെന്ന് ആവട്ടെ. 850 കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? പറ. എല്ലാവർക്കും 850 കിട്ടുന്നുണ്ടോ? നമ്മുടെ ആൻസർ എത്ര? 850. ഞാൻ കട്ട് ചെയ്ത് നോക്കണ്ട, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത ആൻസർ കിട്ടും. 850 ആണ് ആൻസർ വരുന്നത്. ലോജിക്ക് എന്താണ്? ഈ ക്വസ്റ്റ്യന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്താ പറഞ്ഞേക്കുന്നതെന്ന ലോജിക്ക്. ഇവിടെ ഗേൾസ് പറഞ്ഞിട്ടുണ്ട് എത്ര? 204. ബോയ്സിനെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബോയ്സിന്റെ ശതമാനം, ടോട്ടൽ ശതമാനത്തിൽ നിന്നും ബോയ്സിന്റെ ശതമാനം കുറയ്ക്കുമ്പോൾ ഗേൾസിന്റെ ശതമാനം കിട്ടും. ആ ഗേൾസിന്റെ ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് 204. അത് വെച്ച് മൊത്തം നമ്മൾ കണ്ടുപിടിക്കുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത്. ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റ് ചെയ്യുന്നതിന് എല്ലാവർക്കും അറിയാലോ.
പി കെ ആണോ? മനസ്സിലായോ? പെർഫെക്റ്റ് ഓക്കെ ആയോ? പി കെ ആണോ? മനസ്സിലായോ? പി കെ ആണോ? പെർഫെക്റ്റ് ഓക്കെ അല്ലേ? എല്ലാവർക്കും കത്തിയേ? സംഭവം പിടികിട്ടിയേ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഒന്നുമില്ല, ലോജിക്ക് മനസ്സിലാക്കി പഠിക്കണം. ഇക്വേഷൻസ് അല്ല, ലോജിക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പി കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറെ ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ PYQs എടുക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്ക് കഴിയും തോറും ടോപ്പിക് വൈസ് PYQs എടുക്കുന്നുണ്ട്. ഇനി മൊത്തം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള PYQs എടുക്കുന്നുണ്ട് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് സംഖ്യകളുടെ ആകെ തുക 2490 ആണ്. ഒരു സംഖ്യയുടെ 6.5% മറ്റേ സംഖ്യയുടെ 8.5% ആണെങ്കിൽ വലിയ സംഖ്യ ഏതാണ്? നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ 6.5% മറ്റൊരു സംഖ്യയുടെ 8.5% ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ വലിയ സംഖ്യ ഏതാണ്? അങ്ങനെയാണെങ്കിൽ അതിൽ വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ സംഖ്യ, രണ്ട് സംഖ്യകളുടെ സമ്മ തന്നിട്ടുണ്ട്. ആ രണ്ട് സംഖ്യയുടെ സമ്മല്ലേ, ആ രണ്ട് സംഖ്യയുടെ തുക തന്നിട്ടുണ്ട്. രണ്ട് സംഖ്യകളുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് അതിൽ ഒരു സംഖ്യയുടെ 6.5% എടുക്കുമ്പോഴും മറ്റു സംഖ്യയുടെ 8.5% എടുക്കുമ്പോഴും എന്താണ്? ഈക്വൽ ആണ്, രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സംഖ്യയിൽ വലിയ സംഖ്യ ഏതായിരിക്കും? പോരട്ടെ, ചെയ്ത് കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ആൻസർ കിട്ടുന്നുണ്ടോ? പറയട്ടെ. ഒരു സംഖ്യ, രണ്ട് സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ രണ്ട് സംഖ്യകളെ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിച്ചോണേ. എ എന്നും ബി എന്നും എടുക്കുന്നു. ഓക്കെ, എ എന്നും ബി എന്നും ജസ്റ്റ് എടുത്തു, രണ്ട് സംഖ്യകൾ നമ്മൾ എടുക്കുവാണ്. എയുടെ 6.5% ഈക്വൽ ആണ് എന്ത്? ബിയുടെ 6.5% ഈക്വൽ ആണ്. ഇതല്ലേ ഇവിടെ തന്നേക്കുന്ന ഒരു കാര്യം? ഇതല്ലേ തന്നേക്കുന്നത്? ഈ 100ഉം 100ഉം ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതാണ്ട് എ ഇവിടെ ഉണ്ട്. ഈ ബിനെ ഇപ്പുറം കൂടെ കൊണ്ടുവരുമ്പോൾ A/B 8.5 അവിടെ ഉണ്ട്. ഈ 6.5 അപ്പുറത്തേക്ക് പോകുമ്പോൾ 6.5 നമ്മൾ പഠിച്ചതാണ്. പി കെ ആണ്. ഇവിടെ വരെ പി കെ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇവിടെ മേളിലും താഴെയും ഡെസിമൽ നമ്പേഴ്സ് മേളിലും താഴെയും സെയിം സ്ഥാനമാണെങ്കിൽ, സെയിം ആണെങ്കിൽ അതേ നമ്പർ തന്നെ എടുത്ത് എഴുതിയാൽ മതി ക്രിയേറ്റ് ചെയ്യാൻ, ഇല്ലേ? മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യുക? സെയിം ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ആ സംഖ്യ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 5 കൊണ്ട് കട്ട് ചെയ്യുക, എത്ര വരും? 17 വരും. താഴെയോ 13 വരും, ഇല്ലേ? 17ഉം 13ഉം ആണ് എന്ന് പറഞ്ഞാൽ A/B എന്ന് പറയുന്നത് എന്താ നമുക്ക് മനസ്സിലാക്കാം? A/B എന്ന് പറയുന്നത് 17:13 ആണ്. 17:13. അപ്പൊ ടോട്ടൽ എത്ര വരും? A/B ടോട്ടൽ 30 വരും, ഇല്ലേ? 30 ആണ് വരുന്നത്, ടോട്ടൽ 30. അപ്പൊ നമുക്കറിയാം ടോട്ടൽ 30 യൂണിറ്റാ പറഞ്ഞേക്കുന്നത്. ഈ ടോട്ടൽ 30 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എത്രയാ? 2490 എന്ന് പറയുന്നത്. ടോട്ടൽ ഈ 17 A/B എന്ന് പറയുന്നത് 17:3 ആണ്. നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷനകത്ത് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ A/B രണ്ട് ടോട്ടൽ 30 യൂണിറ്റ് 2490. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ആണോ ബി ആണോ കണ്ടുപിടിക്കേണ്ടത്? വലിയ സംഖ്യ എപ്പോഴും 17 ആയിരിക്കുമല്ലോ. എയുടെ യൂണിറ്റ് ആയല്ലോ 17. 13 അല്ലേ? അപ്പൊ 17 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ 17 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്തോണം, കാരണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 17 × 2490 ഡിവൈഡ് ബൈ 30. പി കെ ആണോ? ഇത്രയും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. ഇത്രയും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞേ. ഓക്കെ ആണോ? ഇതിനകത്ത് എന്ത് ചെയ്യണം? ഈ പൂജ്യവും കട്ട് ചെയ്യും. ഈ പൂജ്യവും കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 249 കട്ട് ചെയ്താൽ നമുക്ക് 83 എന്ന് കിട്ടും. 17 × നമ്മൾ ചെയ്താൽ 17 × 83 ക്രിയ ചെയ്യുന്നത് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഇതിന്റെ ആൻസർ. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. 17 × 83 എന്താ കിട്ടുന്നത്? ആൻസർ ഒന്ന് പറഞ്ഞേ. ഇനി നിങ്ങൾക്ക് ആൻസർ പറയാലോ. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊക്കെ പല രീതിയിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്, പറഞ്ഞുതരാം. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്.
ഇനി ആൻസർ ഒന്ന് പറഞ്ഞേ. 17 × 83 ഒന്ന് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. കിട്ടുന്നുണ്ടോ? രണ്ടായിരത്തി 411 ഓപ്ഷൻ ഡി കിട്ടുന്നുണ്ട് അല്ലെ? ഓപ്ഷൻ ഡി. പി കെ ആണോ? ശ്രദ്ധിച്ചോ, ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ശ്രദ്ധിച്ചോണേ. രണ്ട് സംഖ്യകളുടെ ആകെ തുക നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 2490 ആകെ തുക. ഓക്കെ, ഒരു സംഖ്യ നമ്മൾ എ എടുത്തു, മറ്റൊരു സംഖ്യ ബി എടുത്തു. അപ്പൊ എയുടെ 6.5% ഈക്വൽ ടു ബിയുടെ 8.5% ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോയിലേക്ക് മാറ്റുക. ഇങ്ങനെ വരുന്ന രണ്ട് സംഭവത്തിൽ റേഷ്യോയിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. യൂണിറ്റ്, ടോട്ടൽ യൂണിറ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ ഈ എ ഇവിടെ ഇട്ടു, ഈ ബിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ A/B ആയി ഈക്വൽ ടു 8/5 ഉണ്ട്. ഇതിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്തായി? 6.5 ആയി. രണ്ടിടത്തും ഈക്വൽ ആയിട്ടുള്ള എന്തായി? സ്ഥാനം ആയതുകൊണ്ട് നമ്മൾ അത് എഴുതി ഡിവൈഡ് ചെയ്ത് 17/13 എന്ന് വെച്ചാൽ A/B എന്ന് പറഞ്ഞാൽ 17/13 എന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പൊ ടോട്ടൽ യൂണിറ്റ് 30 ആണ്. ടോട്ടൽ യൂണിറ്റ് 17ഉം 13 കൂട്ടുമ്പോൾ ടോട്ടൽ 30 യൂണിറ്റ്. ഈ 30 യൂണിറ്റ് ആണ് ഈ തന്നേക്കുന്ന 2490 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട വലിയ യൂണിറ്റ്, വലിയ സംഖ്യയല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ വലിയ യൂണിറ്റ് ആയ 17 എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ ചെയ്തോണെങ്കിൽ ഇങ്ങനെ ക്രോസ് 17 × 2490 ഡിവൈഡ് ബൈ 30. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതിന് കട്ട് ചെയ്യാം, 0 കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ 13 30 ഡയറക്റ്റ് കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഏതൊക്കെ രീതിയിൽ കട്ട് ചെയ്യും, പല രീതിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാ? 1411 ആവും. പി കെ ആണോ? പെർഫെക്റ്റ്. ഓക്കെ ആണോ? ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും, പെർസെന്റേജ് മാത്രമല്ല റേഷ്യോ പ്രൊപ്പോർഷൻ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയി വരുന്നുണ്ട് ഇങ്ങനെ ഒരു ചോദ്യത്തിൽ. അപ്പൊ റേഷ്യോ പ്രൊപ്പോർഷൻ കൂടെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, പക്ഷെ മനസ്സിലാക്കി വെച്ചേക്കാം. പി കെ ആണോ? പി കെ ആണോ? പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പി കെ അല്ലേ? പറ, കമന്റ് ചെയ്യും. പോരട്ടെ, പി കെ പോരട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. കേൾക്കുന്നുണ്ടല്ലോ പി കെ? ഓക്കെ, നെക്സ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 250 പേർ പരീക്ഷ എഴുതിയതിൽ 225 പേർ വിജയിച്ചു. വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ ശതമാനമാണ്. ഓക്കെ, 250 candidates appeared for an examination, out of which 225 passed. The percentage of candidates who passed is. എത്ര പേര് ശതമാനം? എത്ര ശതമാനം പേരിൽ, ശതമാനമാണ് ചോദിച്ചേക്കുന്നത്, എത്ര ശതമാനം പേര് ജയിച്ചു എന്നാണ്. 250 പേർ പരീക്ഷ എഴുതിയതിൽ 225 പേർ വിജയിച്ചു. വിജയിച്ച വിദ്യാർത്ഥികളുടെ ശതമാനം. സംഭവം സിമ്പിൾ അല്ലേ? 250 പേര് പരീക്ഷ എഴുതി, 225 പേര് വിജയിച്ചു. ഇത് എത്ര ശതമാനത്തിന് തുല്യമാണ്? ഇങ്ങനെ 250 മാർക്ക്, 225 കിട്ടി. എത്ര ശതമാനമാണ്? കണ്ടുപിടിച്ചേ, പെട്ടെന്ന് കണ്ടുപിടിച്ചേ. പോരട്ടെ, ആൻസർ പോരട്ടെ. ഓപ്ഷൻ സി ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആരാ? പ്രസീത, ശില്പ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പോരട്ടെ. അലീസ, ഓപ്ഷൻ സി ആണോ? എല്ലാവർക്കും ഓപ്ഷൻ സി ആണോ വരുന്നത്? എല്ലാവരും ആൻസർ ഓപ്ഷൻ സി ആണോ? ഓക്കെ, സരിത, എല്ലാവരും ഓപ്ഷൻ സിയിൽ പിടിച്ച് നിൽക്കുകയാണ്. ഒന്നുമില്ല, 250ന്റെ എത്ര ശതമാനമാണ് 225? എങ്ങനെ കണ്ടുപിടിക്കും? 250ന്റെ എത്ര ശതമാനമാണ് 225 × 100? 250ന്റെ മുകളില് 225 ഇട്ട് കൊടുക്കുന്നു. ഒന്നുമില്ല, ഈ ഒരു പൂജ്യവും കട്ടാകുന്നു. 225ൽ എത്ര വട്ടം? 100ൽ 4 വട്ടം, 200ൽ 8 വട്ടം, 25 കൂടെ കൂട്ടുമ്പോൾ 9 വട്ടം. 9 × 10 90%. പി കെ സാറെ പെർഫെക്റ്റ്. ഓക്കെ, പടപടപടാന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. പടപടപടാന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. പി കെ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? സംഭവം കിട്ടുന്നുണ്ടോ? ടെക്നിക്ക് മനസ്സിലാവുന്നുണ്ടോ? പെർസെന്റേജ്, എന്റെ ക്ലാസ് പെർസെന്റേജിന്റെ ക്ലാസ് കണ്ടവർക്ക് ചങ്ക ഷാഫി സാറിന്റെ ക്ലാസ് കണ്ടവർക്ക് ഒന്നും പ്രശ്നമല്ല.
ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് ലൈവിൽ കാണുക. ലൈവ് നടക്കുന്നുണ്ട്, തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ലൈവ് നടക്കുന്നുണ്ട്, രാത്രി 9 മണി. കേട്ടോ? നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടു പഠിച്ചോണേ. നെക്സ്റ്റ്, നരേഷ് സമ്പാദിക്കുന്നത് പ്രതിമാസം 30,800 രൂപ. 50% വീട്ടു ചെലവിനും 15% വ്യക്തിഗത ചെലവുകൾക്കും 20% മക്കൾക്കുള്ള ചെലവിനും ബാക്കി അവൻ സ്വരൂപിക്കുന്നു. ബാക്കി എത്രയാണെന്ന് അറിയത്തില്ല, സ്വരൂപിക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അവൻ പ്രതിമാസം എത്ര തുക മിച്ചം ലഭിക്കുന്നു? പ്രതിമാസം എത്ര രൂപയാണ് സേവ് ചെയ്യുന്നത്? പെർ മന്ത് എത്രയാണ് സേവിങ്സിലേക്ക് കൊണ്ടുവരുന്നത്? എത്രയാണ്? പോരട്ടെ, ആൻസർ കണ്ടുപിടിച്ച്. സേവിങ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് പെർ മന്ത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ ഈ മോഡലൊക്കെ എടുത്തതാണ്, ചെയ്തതാണ്. പോരട്ടെ. 50% വീട്ടു ചെലവിന്, 15% വ്യക്തിഗത ചെലവുകൾക്കും, 20% മക്കളുടെ ചെലവിനും. ഓക്കെ, പോരട്ടെ. ചെയ്ത് കണ്ടുപിടി, പെട്ടെന്നാവട്ടെ. പടാന്നും പറഞ്ഞ ആൻസർ കണ്ടുപിടി. പടാന്നും പറഞ്ഞ് പോരട്ടെ ആൻസർ. അടിപൊളി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. എത്രയാ? 50%. നമുക്ക് എടുക്കാം 50%. ഇവിടെ എഴുതാം. ഓക്കെ, 50% നമ്മൾ എന്തിനെടുക്കുന്നു? വീട്ടു ചെലവിന് പ്ലസ് 15% വ്യക്തിഗതയ്ക്കും പ്ലസ് 20% മക്കൾക്കുമാണ് കൊടുത്തേക്കുന്നത്. ടോട്ടൽ 60, 70, 85% ടോട്ടൽ ചെലവായിട്ടുണ്ട് അല്ലെ? 85% ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എയും പറയുന്നുണ്ട്, പിന്നെ ഒരു സി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ്. ഓപ്ഷൻ എ ആണോ സിൽപ്പേഡ് ആൻസർ? 85% ചെലവുണ്ട്, 15% നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. സേവ് ചെയ്യുന്നത് ഇപ്പൊ കിട്ടിയ തുകയുടെ വെറും 15% മാത്രം അല്ലേ? 15% മാത്രമാണ് ഏതിന്റെ? 30,800 രൂപയുടെ 15% മാത്രമാണ് സേവ് ചെയ്യുന്നത്. ഈ 2 പൂജ്യം കിട്ടി. 308 × 15 എത്ര കിട്ടും? ഒന്ന് ചെയ്തിട്ട് പറ, എത്ര കിട്ടും? ഇതായിരിക്കും ഇതിന്റെ ആൻസർ. എത്ര വരും? 4,000 പറ. ഓപ്ഷൻ എ, ഓപ്ഷൻ എ, ഓപ്ഷൻ എ. എല്ലാവർക്കും ഓപ്ഷൻ എ തന്നെയാണോ കിട്ടുന്നത്? 4,620 കിട്ടും. എത്ര കിട്ടും? 4,620. പി കെ ആണോ? പെർഫെക്റ്റ് ഓക്കെ അല്ലേ? പി കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്നും കൂടെ എത്ര വട്ടം കാണാൻ പറ്റുന്നു റിപ്പീറ്റ് ചെയ്ത് കണ്ടോണം. എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി വെച്ചോണം. കേട്ടല്ലോ? പി കെ ആണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കടയുടമയുടെ പക്കൽ നിശ്ചിത എണ്ണം മുട്ടകളുണ്ട്. ഓക്കെ, അതിൽ 5% പൊട്ടിയതായി കണ്ടെത്തി. ബാക്കിയുള്ളതിന്റെ 93% വിൽക്കുന്നു. ഇപ്പോഴും 226 മുട്ടകൾ അവശേഷിക്കുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു? എ സ്റ്റോക്ക് കീപ്പർ ആസ് എ സർട്ടൻ നമ്പർ ഓഫ് എഗ് ഓഫ് which 5% are found to be broken. Okay, he sells 93% of the remainder. ബാക്കി ഉള്ളതിന്റെ ആണ് കേട്ടോ, ബാക്കി ഉള്ളതിന്റെ 93% and still have 266 egg left. Okay, how many eggs did he have originally have? മൊത്തത്തിൽ എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. മൊത്തം ഉള്ളതിന്റെ 5% പൊട്ടിപ്പോയി. ഓക്കെ, ബാക്കി ഉള്ളതിന്റെ 93% വിറ്റു കഴിഞ്ഞു. ബാക്കിയുള്ളതിന്റെ 93% വിറ്റു. അപ്പോൾ അധികം വന്നത് 276 മുട്ടകൾ അധികം വന്നു. അപ്പൊ ടോട്ടൽ എത്ര മുട്ടകൾ ഉണ്ടെന്നായിരുന്നു ചോദ്യം. കണ്ടുപിടിച്ചേ, തലയൊന്ന് പുകഞ്ഞ് കണ്ടുപിടി. കണ്ടുപിടിച്ചോ?
എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ക്വസ്റ്റ്യൻ ഒരു 3-4 തവണ വായിച്ചു നോക്കൂ. ഒരു കടയുടമയുടെ പക്കൽ നിശ്ചിത എണ്ണം മുട്ടകൾ ഉണ്ടായിരുന്നു. ആ നിശ്ചിത എണ്ണം മുട്ടകൾ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിൽ ആ മൊത്തത്തിൽ ഉണ്ടായിരുന്നതിന്റെ 5% പൊട്ടിയതായി കണ്ടെത്തി. അതിൽ 5% അങ്ങ് പോയി, അതങ്ങ് മാറ്റി. പിന്നെ ബാക്കിയുള്ളതിന്റെ ബാക്കി 100% ഉണ്ട്. ആ 5% മാറ്റിയിട്ട് ബാക്കി 100% കണക്ക് കൂട്ടിയിട്ട് അതിൽ 93% വിൽക്കുന്നു. എന്നിട്ട് വിറ്റ് കഴിഞ്ഞു, 93 വിറ്റ് കഴിഞ്ഞപ്പോൾ ബാക്കി അധികം വന്നത് 266 മുട്ടകളാണ്. എത്രയാ? 266 മുട്ടകൾ. കൃത്യമായിട്ട് മനസ്സിലാക്കി, 266 മുട്ടകൾ. ഓക്കെ, എങ്കിൽ ആകെ ഹൗ മെനി ഒറിജിനലി മൊത്തത്തിലാണ് കേട്ടോ, യഥാർത്ഥത്തിൽ എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. നല്ല രീതി ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പ്രസീത ഇതിന്റെ ആൻസർ ആണോ പറഞ്ഞത്? അല്ല, ചെയ്യട്ടെ, ഞാൻ ചെയ്യണോ? ശില്പ ഓപ്ഷൻ ഡി പറയുന്നുണ്ട്, ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് ശില്പ. ഇതൊന്നും അല്ല എന്നതാണ് ശില്പ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് ശില്പ, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? റംലത്തും അത് തന്നെയാണ് പറയുന്നത്. റംലത്തും അത് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് ആൻസർ ഒന്നുമില്ല. നൺ ഓഫ് ദിസ്. സജിന, എല്ലാവരും അത് തന്നെയാണോ പിടിച്ചോണ്ടിരിക്കുന്നത്? ശരി, ഇതിനകത്ത് ആൻസർ ഉണ്ട്, ഞാൻ എടുത്തു തരാം. ടോട്ടൽ എത്രയാ? ഇവിടെ 100% ടോട്ടൽ അവിടെ ഉണ്ട്. ഈ 100% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അവിടെ കിടന്നോട്ടെ. ഈ 100%ത്തിന്റെ പോട്ടെ, അതില് 5% താഴെ വീണ് പൊട്ടിപ്പോയി. ഓക്കെ, ബാക്കി 95% മുട്ടകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 95 അവര് മാറ്റിയിട്ട് ഈ മൊത്തത്തിൽ 5% പൊട്ടിപ്പോയി, ബാക്കി വന്നപ്പോൾ 100% തന്നെ എടുത്തു. അപ്പൊ ഓക്കെ, ഈ പറഞ്ഞേക്കുന്ന 100%-ല് 93% വിറ്റു. ഓക്കെ, ബാക്കിയുള്ളതാ ഇത് അവിടെ പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞു. ബാക്കി വന്നതിന്റെ 100% പറയുന്നത്. 93% വിറ്റു, ബാക്കി അധികം വന്നത് 7%. ഈ 7% എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാ അധികം വന്ന മുട്ടയല്ലേ? 266. ഇത്രയും പി കെ ആണോ? ഈ എഴുതി വെച്ചേക്കുന്ന കാര്യം പി കെ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഇത് വിട്ടേക്ക്, ഇത് തൽക്കാലത്തേക്ക് വിട്ടേക്കാം. ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ആ പൊട്ടിയതിന്റെ ബാക്കി 100 കൗണ്ട് ചെയ്ത് 100% എടുത്തു. പൊട്ടിയതുണ്ടല്ലോ, പൊട്ടിയതിനെയൊക്കെ മാറ്റി 100% എടുത്തു. ഓക്കെ, അതില് 93% വിറ്റു, ബാക്കി 7% മിച്ചം വന്നു. ഈ 7% എന്ന് പറയുന്നത് 266. ഈ 100% അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഈ 100% കണ്ടുപിടിക്കുന്നതിന് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ എന്ത് ചെയ്യണം? 7% ഇത് 266, 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ക്രോസ് എത്രയാ? 100 × 266 ഡിവൈഡ് ബൈ 7. 7 26, ഒരു 7 2 7 3 21. ഓക്കെ, ബാക്കി എത്ര ഉണ്ട്? 5 56 8 വെട്ടം. അപ്പൊ എത്രയാ? 3800x. ഈ 100 ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഈ 100 പൊട്ടിയതിന് 5% പൊട്ടിപ്പോയല്ലോ. 5% പൊട്ടിപ്പോയി, ബാക്കി വന്ന 100% 3800. കത്തിയോ? ഇത് പിടികിട്ടിയോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആകെ മുട്ട പൊട്ടിയതും കൂടെ കണക്ക് കൂട്ടണം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ 95% ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 95% പൊട്ടിപ്പോയല്ലോ. ഈ 100ന്റെ 5% പൊട്ടി, ബാക്കി 95 ഉണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞേക്കുന്നത് 3800. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടി. ടോട്ടലിന്റെ 100% ക്രോസ് ചെയ്യുന്നു. 100 × 3800 ഡിവൈഡ് ബൈ 95 ഇല്ലേ? 5 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. 20 19 19 38 2 വെട്ടം. 2 × 20 40. 40 പൂജ്യം എത്ര ഉണ്ട്? 2 പൂജ്യം കൂടെ ചേർക്കുമ്പോൾ ടോട്ടൽ 4000 മുട്ടകളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ടോട്ടൽ 4000 മുട്ടകളാണ് ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ചോ, ടോട്ടൽ 4000 മുട്ടകളുണ്ട്. അതിൽ 5% മുട്ട പൊട്ടിപ്പോയി. എത്ര മുട്ട? 200 മുട്ട. ബാക്കി 3800 മുട്ടയുണ്ടായിരുന്നു. ഈ ബാക്കി 3800 മുട്ടയിൽ അത് മൊത്തത്തിൽ എടുത്ത അതിന്റെ 93% വിറ്റു. ബാക്കി വന്ന 5-7% ഈ 266 മുട്ടകൾ. പി കെ ആണോ? മനസ്സിലായോ? ലോജിക്കൊക്കെ മനസ്സിലായി ചെയ്തത് പിടികിട്ടിയോ? ഞാൻ ചെയ്തു വന്നത് 2 രീതിയിലാണ് എടുത്തത്. ആദ്യത്തെ ഒരു 100%, അത് ഇതാണ്. ഇവിടുന്ന് ഈ മുട്ട പൊട്ടിയതിന് ശേഷമുള്ള 100%, ഈ 100% ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ ഈ 93 ഉണ്ടല്ലോ, അതിനെ നമ്മൾ 100 എടുത്തു അല്ലേ? അത് 7% അധികം വന്നതാണ് 266. എന്നിട്ട് ടോട്ടൽ 100% ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യമേ എടുത്തത്. 5 മുട്ട പൊട്ടിയില്ലേ, അതും കൂടെ ചേർത്തു. പി കെ ആണോ? പറഞ്ഞ പി കെ ആണോ? മനസ്സിലായോ? പി കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ക്ലിയർ ആക്കി അങ്ങ് പോവാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ പി കെ എന്നൊന്ന് കമന്റ് ചെയ്തേക്കും, പി കെ എന്നൊന്ന് കമന്റ് ചെയ്തു. അല്ല, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസാ സാർ, മൊത്തത്തിൽ എടുത്തിട്ട് ഈ 2% അങ്ങനെ എടുക്കാൻ പറ്റൂലേ? അങ്ങനെ എടുത്ത ആൻസർ കിട്ടുന്നുണ്ടോ? ഈ സംഭവം കിട്ടുന്നുണ്ടോ? മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 100%വും അതിൽ 5% പൊട്ടി ബാക്കി 95% അവിടെ വരുന്നു. ഇല്ല, അപ്പൊ തെറ്റാണ്. അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ നമ്മൾ 100 കണ്ടുപിടിച്ചു. ഫസ്റ്റ് 100 കണ്ടുപിടിക്കണം. ആദ്യത്തെ 100% കണ്ടുപിടിച്ചു. ആദ്യത്തെ മുട്ട പൊട്ടുന്നതിനുള്ള 100%. അത് 3800 ആണ്. എന്നിട്ട് ആ 3800നെ നമുക്ക് 95% എടുക്കാം. കാരണം 5% പൊട്ടിയില്ലേ, ബാക്കിയാണ് 95%. അതാണ് 3800. 100% എത്രയാണ്? 5% പൊട്ടിയതിന്റെ ബാക്കി 98. പി കെ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു 2-3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. 2-3 ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഒരു സംഖ്യയുടെ 200% 160 ആണെങ്കിൽ ആ സംഖ്യയുടെ 150% എത്രയാണ്? സംഭവം സിമ്പിൾ ആണ്. പെട്ടെന്ന് ആൻസർ പോരട്ടെ, പെട്ടെന്ന് കിട്ടും. ഒരു സംഖ്യയുടെ 200% 160 ആണെങ്കിൽ 150% എത്രയാണ്? പെട്ടെന്ന് കിട്ടും. പോരട്ടെ ആൻസർ, പെടപെടാന്ന് പറഞ്ഞ പോരട്ടെ. നോട്ട് ക്ലിയർ. വിനോദിന് ക്ലിയർ ആയില്ല. വിനോദ് എന്താ ക്ലിയർ ആവാത്ത? എന്താണ് ക്ലിയർ ആവാത്തതെന്നൊന്ന് പറഞ്ഞോ. എവിടെയാ ക്ലിയർ ആവാത്ത? എവിടെ, ഏത് ഏരിയ ആണ് ക്ലിയർ ആവാത്ത? ഒന്നാമത്തെ ഏരിയ ആണോ, രണ്ടാമത്തെ ഏരിയ ആണോ ക്ലിയർ ആവാത്ത? ഏതാണ് ക്ലിയർ ആവാത്ത? പറഞ്ഞു. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആഫ്റ്റർ ഓക്കെ, ആഫ്റ്റർ അതാണ് മനസ്സിലാവാത്തത്. ഓക്കെ, ശരി. ഈ 3800 വരെ മനസ്സിലായി. ഈ 3800 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 100% പൊട്ടിയതിന് ശേഷമുള്ള 100%, പൊട്ടിയതിന് ശേഷമുള്ള. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരു കടയുടെ മേൽ പക്കൽ നിശ്ചിത എണ്ണം മുട്ടയുണ്ടായിരുന്നു. ആ നിശ്ചിത എണ്ണം എത്രയാണെന്ന് കണ്ടു. അതിൽ 5% പൊട്ടിയതായി കണ്ടെത്തി. ആ ബാക്കിയുള്ളതിന്റെ 93 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതിന്റെ 93%. അപ്പൊ ബാക്കിയുള്ളതിന്റെ 100% 3800. അപ്പൊ 5% പൊട്ടിപ്പോയ 100% ടോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ 5% പൊട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്? 95%. അപ്പൊ ഈ 95% ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 95% ഈ 3800. അപ്പൊ അതിന്റെ 100% കണ്ടുപിടിച്ചാൽ ടോട്ടൽ മുട്ടയുടെ എണ്ണം മനസ്സിലാവും. ഇനി അങ്ങനെയും ഇപ്പൊ ഇങ്ങനെ ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഓരോ ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ. ഇപ്പൊ നമുക്ക് ഇപ്പൊ 3 ഓപ്ഷനാണ് ഉള്ളത്. ഓപ്ഷൻ എ എടുക്കാം, ഓപ്ഷൻ ബി എടുക്കാം, ഓപ്ഷൻ സി എടുക്കാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ 4000 ആണ്. 4000 വെച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് അടുത്ത നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള, അത് പറ്റുന്നില്ല, പെട്ടെന്ന് ചെയ്ത് ആൻസറിലേക്ക് വരുന്നില്ലേ, അതല്ല ആൻസർ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ എടുക്കുന്നു. അതിലും പറ്റുന്നില്ലേ, അതിന്റെ അടുത്ത ഓപ്ഷൻ നോക്കിയാൽ മതി. മനസ്സിലായോ? വേണ്ട. അല്ലെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക. 2 വട്ടം 100% വെച്ച് വരുന്നതേ ഉള്ളൂ. ലോജിക് ഒന്ന്, ക്വസ്റ്റ്യൻ ഒന്ന് 3-4 വട്ടം വായിച്ച് മനസ്സിലാക്കിയാൽ മതി. കത്തി വിനോദേ കണ്ടോ? ഈ പറഞ്ഞേക്കുന്ന ആദ്യത്തെ മനസ്സിലായോ? ക്വസ്റ്റ്യൻ, ഒരു കടയുടെ മേൽ പക്കൽ നിശ്ചിത എണ്ണം മുട്ടയുണ്ട്. അതിൽ 5% പൊട്ടിയതായി കണ്ടെത്തി. ബാക്കിയുള്ളതിന്റെ 93%, ബാക്കിയുള്ളത് 100%. അതിൽ 93%-ൽ 7% 266 എന്ന് പറയുന്നത്. അതിൽ മൊത്തത്തിൽ ബാക്കിയുള്ളതിന്റെ 100%, ബാക്കിയുള്ള പൊട്ടിയതിന് ശേഷമുള്ള 3800 ആണ്. ഓക്കെ ആണ്. ഒരു 2 വട്ടം കൂടെ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ അത് സെറ്റ് ആവും കേട്ടോ. 2 വട്ടം കൂടെ ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാൽ സെറ്റ് ആവും. ഇവിടെ 200% എത്രയാണ് പറഞ്ഞേക്കുന്നത്? 200% എന്ന് പറയുന്നത് 160 ആണ്. എത്ര? 150% എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 150 × 160 ഡിവൈഡ് ബൈ 200. ഈ ഒരു 0 കട്ട് ചെയ്യുന്നു, ഈ ഒരു 0 കട്ട് ചെയ്യുന്നു 2, 16 കട്ട് ചെയ്യുന്നു 8, 15 × 8 എത്ര വരും? 120. ഓപ്ഷൻ ഡി. എല്ലാവർക്കും ഓപ്ഷൻ ഡി ആണോ കിട്ടിയത്? വെരി ഗുഡ്. എല്ലാവർക്കും ഓപ്ഷൻ ഡി കിട്ടുന്നുണ്ടല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് കയറുന്ന ക്വസ്റ്റ്യൻ. ഇഫ് എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30% ആൻഡ് ദെൻ ഫ്രോം ദ ഇൻക്രീസ്ഡ് നമ്പർ ഇറ്റ്സ് 30% ഈസ് ഓക്കെ. ഒന്നുമില്ല, ഒരു സംഖ്യയുടെ 30% വർദ്ധിക്കുകയും പിന്നീട് വർദ്ധിപ്പിച്ച സംഖ്യയിൽ നിന്ന് 30% വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സംഖ്യകളുടെ വ്യത്യാസം കുറയ്ക്കുകയും. ഓക്കെ, ഒരു സംഖ്യ എടുത്തിട്ട് 30% കൂട്ടി, എന്നിട്ട് 30% കുറച്ചു. നമ്മൾ പഠിച്ച ഒരു സംഖ്യയുടെ 10% കൂട്ടിയിട്ട് 10% കുറച്ചാൽ എത്രയാ വരുന്നതെന്ന് പഠിച്ചു. 20% കൂട്ടിയിട്ട് 20% കുറച്ചാൽ എത്രയാ വരുന്നതെന്ന് പഠിച്ചു. 30% കൂട്ടിയിട്ട് 30% കുറച്ചാൽ എത്രയാ വരുന്നതെന്ന് പഠിച്ചു. ഇല്ല, അതിന്റെ സ്ക്വയർ ബൈ 100 അത്രയേ ഉള്ളൂ. അതേ പെർസെൻറ്റേജ് കൂട്ടിയിട്ട് അതേ പെർസെൻറ്റേജ് തന്നെ കുറച്ചാൽ നമുക്കറിയാം എത്രയാ? 30 ആണ്. 30ന്റെ സ്ക്വയർ ബൈ 100. എപ്പോഴും ഇതെന്തായിരിക്കും? കുറവായിരിക്കും, നഷ്ടത്തിലായിരിക്കും, എന്തായിരിക്കും? ഡിക്രീസ്ഡ് ആയിരിക്കും അല്ലേ? ഏതാ ആൻസർ വരുന്നത്? അപ്പൊ ഏത് വരും?
900 ഡിവൈഡ് ബൈ 100 എത്ര വരും? 9%. എന്താണ് 9%? എന്തായിരിക്കും വരുന്നത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? 9% എന്തായിരിക്കും? ഓപ്ഷൻ സി കുറവായിരിക്കും. 9% കുറവായിരിക്കും. പി കെ അല്ലേ നമ്മൾ പഠിച്ച 10% ആണെങ്കിൽ എത്ര വരും? 10% 1%ത്തിന്റെ കുറവ്, 20% 4%ത്തിന്റെ കുറവ്, 30% 9%ത്തിന്റെ കുറവ്. മനസ്സിലായോ? പി കെ ആണ്. അത് നമ്മൾ പഠിച്ച ആ ക്വസ്റ്റ്യൻ, ആ മോഡൽ ക്വസ്റ്റ്യൻ പഠിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The salaries of Raju and Ramu together amount to rupees 12,000. Raju spent 85% of his salary and Ramu 75% of his. If now the saving are the same, what is Ramu's salary? എന്താണ് പറഞ്ഞേക്കുന്നത്? രാജുവിന്റെ രാമുവിന്റെ ശമ്പളം ഒന്നിച്ച് 12,000 രൂപയാണ്. രണ്ടുപേരും കൂടെ ശമ്പളം. നമ്മൾ നേരത്തെ ചെയ്ത കണക്കുള്ള പെർസെന്റേജിന്റെ ഒരു ക്വസ്റ്റ്യൻ. രാമു രാജു രണ്ടുപേരും ശമ്പളം 12,000 രൂപ. രാജു തന്റെ ശമ്പളത്തിന്റെ 85%, രാമു തന്റെ ശമ്പളത്തിന്റെ 75% ചെലവഴിച്ചു. ഇപ്പോൾ സമ്പാദ്യം ഒന്ന് തന്നെയാണ്. ചെലവഴിച്ച ശേഷമാണെങ്കിലും സമ്പാദ്യം ഒന്ന് തന്നെയാണ്. ഒരാളെ 85% ചെലവഴിച്ചും 75% ചെലവഴിക്കലും രണ്ടുപേരും ബാക്കിയുള്ള കയ്യിലുള്ള തുക സെയിം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ രാമുവിന്റെ ശമ്പളം എത്രയാണ്? ആ എയും ബിയും വെച്ച് നമ്മൾ ചെയ്തില്ലേ? എയും ബിയും വെച്ച് ചെയ്ത പരിപാടി മനസ്സിലായില്ലേ? അതേപോലൊക്കെ നമുക്ക് ചെയ്യാം. പോരട്ടെ ആൻസർ? എത്ര യൂണിറ്റ് ആണെന്ന് മൊത്തത്തിൽ കണ്ടുപിടിക്കണം. ബാക്കിയുള്ളതാണ് പറയുന്നത്. ബാക്കിയുള്ള എത്ര യൂണിറ്റ് ആണെന്ന് കണ്ടുപിടിച്ച് ആൻസറിലേക്ക് പോരട്ടെ. എ ബി കുറച്ച് ചെയ്ത് വെക്കാം, അപ്പോഴത്തേക്ക് നിങ്ങളും ചെയ്യാം. ബാക്കി എത്ര? രാജു സ്പെൻഡ് 85%. 85%. ബാക്കി എത്ര വരും? അപ്പൊ രാജു കൊടുക്കുക A × 50%. ബാക്കി 50% ആണ്. സേവിങ് വന്നേക്കുന്നത് 50% ആണ്. ഓക്കെ, ഈക്വൽ ടു ബി എന്ന് പറയുന്ന രാജുവിന്റെ ശമ്പളത്തിന്റെ 85%. അപ്പൊ രാജുവിന്റെ 80യുടെ ബാക്കി വരുന്ന 15% സേവിങ്. രാമു അത്രയാ? രാമുവിന്റെ 25% സേവിങ് ഉണ്ട്. രണ്ടുപേരെയും തുക സേവ് ചെയ്തേക്കുന്ന തുക ഒന്നാണ്. ഈ എഴുതി വെച്ചേക്കുന്ന മനസ്സിലായി? ഞാൻ എഴുതി വെച്ചേക്കുന്നത് രാജു രാമു നമ്മൾ എ എന്നും ബി എന്നും കൊടുത്തു രണ്ടുപേർക്കും. അപ്പൊ സേവ് ചെയ്തേക്കുന്ന ചെലവാക്കിയ എമൗണ്ട് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് 85, 75. ഓക്കെ, ടോട്ടൽ എത്രയാ? 12,000 രൂപ കിട്ടിയില്ലേ? ടോട്ടൽ 12,000 രണ്ടു പേർക്കായിട്ട് കിട്ടിയതുണ്ട്. അത് എക്ക് എത്രയാണ്, രാമുവിന് എത്രയാണ് കിട്ടിയത്, രാജുവിന് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, 12,000 രൂപയാണ് ടോട്ടൽ കിട്ടിയേക്കുന്നത്. പക്ഷേ ഇവർ പറഞ്ഞേക്കുന്നത് എന്താ? അവരെല്ലാം ചെലവാക്കി. ഒരാൾ 85% ശമ്പളത്തിന്റെ 85%, ഒരാൾ 75% ചെലവാക്കിയപ്പോൾ ബാക്കി വന്ന സേവിങ്സ് സെയിം ആണ് രണ്ടുപേരിലും. അപ്പൊ നമുക്ക് അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 15, 25 സെയിം ആണ്, ഈക്വൽ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഈ 100 100 ക്യാൻസൽ ആയി. ഇപ്പുറം കൊണ്ട് A by B ഈക്വൽ ടു 25/15. കട്ട് ചെയ്യാൻ നമുക്ക് 5, 3. അപ്പൊ A/B എന്ന് പറയുന്നത് എത്ര വരും? 5:3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂണിറ്റ് എത്രയാ? ടോട്ടൽ യൂണിറ്റ് 8. അപ്പൊ 8 ടോട്ടലായ ഈ 8 യൂണിറ്റ് ആണ് ഈ 12,000 എന്ന് പറയുന്നത്. എന്താ കണ്ടുപിടിക്കണ്ടേ? ആരെ ശമ്പളമാണ് കണ്ടുപിടിക്കണ്ടേ? ചില വന്ന് രാമുവിന്റെ ശമ്പളം. രാമുവിന്റെ യൂണിറ്റ് എത്രയാ? രാമുവിന്റെ യൂണിറ്റ് 3. ബി അല്ലേ രാമു? അതെ, 3 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ 3 യൂണിറ്റ് എത്രയാണെന്ന് നേരത്തെ ഇതോടെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 × 12,000 ഡിവൈഡ് ബൈ 8 ചെയ്തേ. ആൻസർ പോരട്ടെ. ഇനിയെങ്കിലും ചെയ്ത് കണ്ടുപിടിച്ചേ. ക്രിയേറ്റ് ചെയ്തൊന്ന് ആൻസർ കണ്ടുപിടിച്ചേ. പോരട്ടെ. എങ്ങനെ എത്ര കിട്ടും ആൻസർ? പോരെ, കട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോ എത്ര കിട്ടും? പോരട്ടെ, ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞു. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി 4,500. എല്ലാവർക്കും 4,500 ആണോ കിട്ടുന്നത്?
കട്ട് ചെയ്യണോ? കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 8 8 ഇവിടെ നമുക്ക് 120 എടുക്കാം. നാടെ നോക്കിയ ഒരു 0 എടുക്കുക, 2 0 അവിടെ കട്ടക്കാൻ. 12 ഒരു 8 8 1 ഇല്ലേ? അപ്പൊ 8 കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട്? 4 40 5 അല്ലെ? 5 × 3 45, 2 0 കൂടെ കൊടുക്കുമ്പോൾ 4500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഇവിടെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയ. ഒരാൾ ചെലവാക്കിയത് എത്രയാ? 85%. ഒരാൾ ചെലവാക്കിയേക്കുന്ന 75% അല്ലെ? രണ്ടുപേരും ചെലവാക്കിയേക്കുന്ന 85 75. പക്ഷേ സേവ് ചെയ്തേക്കുന്ന രണ്ടുപേരും ഈക്വൽ ആണ്. സേവ് ചെയ്തേക്കുന്നത് ഒരാളുടെ കയ്യിൽ 15% മിച്ചം വന്നു, ഒരാളുടെ 25% മിച്ചം വന്നു. പക്ഷേ എമൗണ്ട് ഈക്വൽ ആണ്. 12,000 രൂപയായിരുന്നു ടോട്ടൽ എമൗണ്ട്. പക്ഷേ ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ആയതിനെ നമ്മൾ റേഷ്യോയിലേക്ക് മാറ്റി. അപ്പം നമുക്ക് A:B എന്ന് പറയുന്നത് 5:3 എന്ന് കിട്ടി. ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് 8 ആയിട്ട് എടുത്തു. അപ്പൊ ടോട്ടൽ യൂണിറ്റ് 8. ഈ 8 ടോട്ടൽ യൂണിറ്റ് ആണ് 12,000. നമ്മുടെ രാമു അല്ലേ ചോദിച്ചേക്കുന്നത്? രാമൂസിന്റെ സാലറി. രാമുവിന് 3 ആണ്. 3 റേഷ്യോ, 3 യൂണിറ്റ്, 3 ഷെയർ ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ 8 12,000 ആണ്. 3 എത്രയാണ്? ക്രോസ് ചെയ്യുന്നു. 3 × 12,000 ഡിവൈഡ് ബൈ 8 കട്ട് ചെയ്യുമ്പോൾ എത്രയാ? 4500 എന്ന് കിട്ടും. PK ആണോ? പെർഫെക്റ്റ്. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? നല്ല സ്റ്റാൻഡേർഡ് ലെവല് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്നത്. ഇതുപോലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവും. ഓരോ ടോപ്പിക്കിനും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ കുറച്ച് ബേസിക് മുതൽ അഡ്വാൻസ് വരെ നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. നമുക്ക് കിട്ടുന്ന സമയത്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം പ്രാക്ടീസ് സെഷനും നിങ്ങൾ വന്ന് പങ്കെടുക്കുക. ഓക്കെ ആണ്? ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ബൈ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ RRBയുടെ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. RRBയുടെ കോഴ്സ് കേട്ടോ. RRB കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ RRBയുടെ കോഴ്സ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് RRBയുടെ കോഴ്സ് ഒരു 150 ദിവസത്തെ ടൈം ടേബിൾ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കൃത്യമായിട്ട് ഓർഡറിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായിട്ട് Day 1 Day 2 Day 3 ഇങ്ങനെ Day 1 Day 2 Day 3 ഇങ്ങനെ Day 1 Day 2 Day 3 Day 4 Day 5 എക്സാം. ഈ 5 ദിവസം 5 ദിവസം കൂടുമ്പോൾ എക്സാം, മോക്ക് ടെസ്റ്റ് ഒക്കെ വെച്ചിട്ട് നല്ല കൃത്യമായിട്ടുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് സമയത്തെ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് കിടപ്പുണ്ട്? ലിങ്ക് കിടപ്പുണ്ട്. ആ നമ്പർ, ഫോൺ നമ്പറും കിടപ്പുണ്ട്. നിങ്ങൾക്ക് 1 ക്ലിക്ക് കയറാനുള്ള ലിങ്ക് കിടപ്പുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ അതിന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ കേട്ടോ? അത് ചെയ്തിട്ട് അതിന്റെ എൻക്വയറി എടുത്ത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഇനിയുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു RRBയുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ഇപ്പൊ പഠിച്ചു വരികയാണ്, കൃത്യമായിട്ട് പഠിച്ചു വരികയാണ്. ഓക്കെ, ഓരോ ടോപ്പിക്കും നല്ല കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ലൈവിലും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ക്ലാസ്സുകൾ നമ്മളുടെ പെർസെൻറ്റേജിന്റെ PYQ സെഷൻ ആയിരുന്നു ഇപ്പൊ കണ്ടത്. പെർസെൻറ്റേജ് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ഇപ്പൊ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ PYQ ആണ്. അത് പഠിച്ചവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പഠിച്ചവർക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോ. എക്സാം വരെ വാലിഡിറ്റി, ചെറിയ ഫീസ്, വേറെ എങ്ങും കൊടുക്കാത്ത ചെറിയ ഫീസാണ്. അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. അടിച്ചു പൊളിച്ച് പഠിക്കാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും കോഴ്സിൽ വരുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് പരിചയപ്പെടാം. അപ്പം ബൈ.